ബ്രേക്കിംഗ് അവേഴ്സ് തുടരുന്നു. സാമ്പത്തിക ക്രമക്കേടിൽ CPM അന്വേഷണം നേരിടുന്ന പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം PA ഗോകുൽദാസിന്റെ ഭീഷണി പ്രസംഗം. ഗോകുൽദാസിനെതിരെ പ്രവർത്തിക്കുന്നവർക്കും മാധ്യമങ്ങൾക്കുമാണ് ഭീഷണി. നിങ്ങളുടെ ആക്ഷേപങ്ങൾക്ക്, നിങ്ങളുടെ ഈ പറയുന്ന നിരുത്തരവാദപരമായ ഭീഷണികൾക്ക്, നിങ്ങളുടെ വാറോലകൾക്ക് മുമ്പിൽ ഞങ്ങൾ കീഴടങ്ങും, മുട്ടുമടക്കും, തലകുനിക്കുമെന്ന് ഒരു പിന്തിരിപ്പന്മാരും ഒരു മാധ്യമങ്ങളും ഒരിരുട്ടിന്റെ സന്തതികളും കരുതേണ്ടതില്ല. ഇത് തീയിൽ കുരുത്തതാണ്. കാറും കോളുമുള്ള കടലിൽ വഞ്ചി ഇറക്കി മാത്രം ശീലമുള്ളവരാണ് ഞങ്ങള്. എതിരെ നീന്തി ശീലമുള്ളവരാണ്. എതിരെ നീന്തി ശീലമുള്ളവനെ നിങ്ങള് തൊട്ടു ചൊറിയാൻ വരരുത്. ചില്ലാനം വാങ്ങി ഒറ്റുകൊടുക്കുന്നവർക്ക്, കട്ടപ്പമാർക്ക് തൽക്കാലം വിജയിക്കാം. പക്ഷെ ബാഹുബലി വീണ്ടും ജനിച്ചേയിരിക്കും. ബാഹുബലി ജനിച്ചുകൊണ്ടേയിരിക്കും. കട്ടപ്പമാര് പിന്നൊന്ന് കുത്തുമ്പോഴും ബാഹുബലി വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കും. വിസ്മയകരമായി നിങ്ങളുടെയൊക്കെ കേന്ദ്രങ്ങളെ മുട്ടുറപ്പിച്ചുകൊണ്ട് തലയിൽ ഈ പറയുന്ന പിന്തിരിപ്പന്മാരുടെ തലയൊക്കെ കയ്യിൽ വെട്ടിയെടുത്ത് നടന്നു വരുന്ന ബാഹുബലിയുടെ ചിത്രം ഉണ്ടല്ലോ, അതുണ്ടാവും. ഗോകുൽ വേസ് വിവരങ്ങളുമായി ചേരുകയാണ്. ഗോകുൽ, നല്ല ഉത്തരവാദിത്തമുള്ള ഭീഷണി അല്ലേ? തീർച്ചയായും. അതായത് ഈ പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട അന്വേഷണം നേരിടുകയാണ്. ഈ വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നു. അതാണ് ഗോകുൽദാസിനെ പ്രകോപിപ്പിച്ചെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പൊതുസമ്മേളനത്തിൽ വെച്ചാണ് ഇങ്ങനെ ഒരു ഭീഷണി പ്രസംഗം ഗോകുൽദാസ് നടത്തിയത്. അതിൽ ഉപമകളായി ബാഹുബലിയെയും കട്ടപ്പയെയും ഒക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ EK നായനാരെ വച്ചും താരതമ്യപ്പെടുത്തുന്നുണ്ട്. EK നായനാരെ പോലെ നാടിനായി ജീവിച്ചവരെ വ്യക്തിഹത്യ നടത്തും, അതിനെ അതിജീവിക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഇത്തരത്തിലൊരു പ്രസംഗം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. കഴിഞ്ഞ ദിവസമുള്ള ഒരു പൊതുസമ്മേളനത്തിൽ വെച്ചാണ് ഇങ്ങനെ ഉണ്ടായത്. അതിൽ 2 പേർക്ക് എതിരെ, അതായത് ഒന്ന് മാധ്യമങ്ങൾക്കെതിരെയും അതോടൊപ്പം തന്നെ പാർട്ടിയിൽ ഈ വിഷയം ഉന്നയിച്ചവർക്കെതിരെയും ഉള്ളൊരു രീതിയിൽ തന്നെ നമ്മൾ ഈ പ്രസംഗത്തെ കാണേണ്ടി വരും. ഏതായാലും ആ രീതിയിലാണ് ഇന്നലെ കഴിഞ്ഞ പൊതുസമ്മേളനത്തിൽ ഈ ഒരു പ്രസംഗം ഉണ്ടായത്.